ശാസ്തമംഗലം വാർഡ്, അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുൻ DGP ആയ R ശ്രീലേഖ BJPക്ക് വേണ്ടി മത്സരിക്കുന്ന വാർഡ്. ശ്രീലേഖയാണല്ലോ കോർപ്പറേഷൻ മേയർ സ്ഥാനാർത്ഥിയൊക്കെയായി ഉയർത്തിക്കാട്ടുന്നത്. അവിടെ BJP കള്ള വോട്ടുകൾ ചേർത്തതായി വ്യാപക പരാതിയുണ്ട്. അതായത് ആ മണ്ഡലത്തിലെ വോട്ടർമാരാണെന്ന് ആർക്കും അറിയാൻ കഴിയാത്ത പലരുടെയും പേരുകൾ വലിയ തോതിൽ ചേർക്കപ്പെട്ടിരിക്കുന്നു. BJPയുടെ തെരഞ്ഞെടുപ്പിലെ തോൽവി ഭയം എത്രത്തോളമാണ് എന്ന് കൃത്യമായി വിലയിരുത്തപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് വാർഡിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമുക്കറിയാം, ശാസ്തമംഗലം വാർഡിൽ വലിയ രീതിയിലുള്ള പോരാട്ടം, ശക്തമായൊരു ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്നെങ്കിലും BJPക്ക് അവിടെ സാധ്യതയുണ്ടോ എന്നുള്ളത് വലിയ തോതിൽ പരിശോധിക്കുകയാണ്. R ശ്രീലേഖയ്ക്ക് കെട്ടിവെച്ച കാശ് തന്നെ കിട്ടുമോ എന്ന സംശയം കൂടി ജനിക്കുന്നു. ഏതായാലും ബിനീഷ് കോടിയേരി ഇതിനെക്കുറിച്ച് ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരിക്കും. കാര്യം ബിനീഷ് കോടിയേരി ആയിരുന്നാലും ആര് പറഞ്ഞായിരുന്നാലും സത്യമല്ലാതാകുന്നില്ല. കാരണം ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളൊരു കോമ്പീറ്റൻസ് ഒന്നുമില്ല. അവർ എന്തെങ്കിലും ആനുകൂല്യം BJPയിൽ നിന്നും കിട്ടുമോ എന്ന് കരുതിയാണ് വാർഡിൽ മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. അതായത് റിട്ടയർ ലൈഫ് അടിച്ചു പൊളിക്കുക. എവിടെയെങ്കിലും ആനുകൂല്യം കിട്ടി BJPക്ക് തോന്നുകയാണ് ഇവരെ എവിടെയെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റിലെ ഗവർണറാക്കണമെന്ന് തോന്നിയാൽ രക്ഷപ്പെട്ടില്ലേ, ഇനിയുള്ള കാലവും ആനുകൂല്യങ്ങളും ഒക്കെ ആയി സുഖമായി ജീവിക്കാം. ഒരായുസിന് ഉള്ളത് മുഴുവൻ അവർ സർവീസിൽ നിന്നും ഒക്കെ സ്വാഭാവികമായി ആനുകൂല്യങ്ങളും ഒക്കെ ആയി സമ്പാദിച്ചിട്ടുണ്ട്. അവരുടെ ഭർത്താവ് കാശുള്ള ഒരു സമ്പദ് കുടുംബത്തിലെ വ്യക്തിയാണ് എന്ന് അവർ തന്നെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അവർക്കൊരു മകനാണുള്ളത്. ഇവിടെ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല, ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം അവർ BJP സ്ഥാനാർത്ഥിയായി നിൽക്കുന്നത് BJPയോടുള്ള അമിതമായ ഒരു സ്നേഹമോ ഒന്നും അല്ല. അവിടെ BJP നേതാക്കളെ സോപ്പിട്ട് അവിടെ അവർക്ക് കൂടുതൽ നേട്ടം കൈവരിക്കാൻ കഴിയുമോ, ഇതാണ് അവരെ ചിന്തിപ്പിക്കുന്നത്. സാധാരണ അടിത്തട്ടിലിറങ്ങി പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ളത് മന്ത്രി KB ഗണേഷ് കുമാർ വീട്ടിൽ പട്ടിയെ അഴിച്ചുവിടുന്ന സ്വഭാവമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മനസ്സിലാകുന്നുണ്ട്. അവർ പോലീസ് ഉദ്യോഗസ്ഥരെ, കോൺസ്റ്റബിൾമാരെ ഡ്യൂട്ടിക്ക് ഇടുന്നത് പോലും പട്ടിക്ക് ബെൽറ്റ് കെട്ടാനാണ് എന്ന് കൃത്യമായി ഗണേഷ് കുമാർ പറയുകയും ചെയ്തു. അതായത് വീട്ടിൽ കുറേ വളർത്തുനായകളെ അവിടെ പരിപാലിച്ച് അതിന് തീറ്റ കൊടുക്കാനും അതിൻ്റെ മലമൂത്രം എടുത്തു കളയാനും അതുപോലെ അതിന് ബെൽറ്റ് കെട്ടാനും ഒക്കെയാണ് അവിടെ പോലീസ് കോൺസ്റ്റബിൾമാരെ ശ്രീലേഖ അവിടെ വിന്യസിച്ചിരുന്നതെന്നും അവർ കൃത്യമായും ഒരു പ്രജുഡിസ് സ്വഭാവം കാണിച്ച് ഫെമിനിസ്റ്റ് ക്യാരക്ടർ വലിയ തോതിൽ കാണിക്കുന്ന വ്യക്തിയായിരുന്നുവെന്നും അതുമാത്രമല്ല അവർ ആരെങ്കിലും അവരെ നോക്കി സല്യൂട്ട് അടിക്കാൻ വിട്ടുപോയോ എന്ന് അവർ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ആരെങ്കിലും വിട്ടുപോയാൽ അവരെ വിളിച്ചു നിർത്തി പ്രത്യേകം പണിഷ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നും പറയാറുണ്ട്. ഏതായാലും ശ്രീലേഖയ്ക്കെതിരെ വ്യാപകമായ പരാതി സർവീസിൽ ഇരുന്ന സമയത്തും അവർക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോഴിതാ കോൺഗ്രസിനെതിരെയും CPIM-നെതിരെയും വ്യാജ പ്രചരണവുമായി ശ്രീലേഖയുടെ PR ടീം ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. ശ്രീലേഖയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു PR ടീം ഇറങ്ങിയിരിക്കുകയാണ്. ഇതൊന്നും ജനങ്ങൾ വകവയ്ക്കില്ല എന്നുള്ളതാണ് സത്യം.